ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ ആണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് സിഷ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ ആക്സസ് മോഡിഫയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തു. അതിനകത്ത് എന്താണ് ആക്സസ് സ്പെസിഫയർ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ഓരോ ടൈപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പബ്ലിക് ആക്സസ് സ്പെസിഫയർ ഡിസ്കസ് ചെയ്തു, പിന്നെ പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ ഡിസ്കസ് ചെയ്തു, ഇൻറ്റേർണൽ ആക്സസ് സ്പെസിഫയർ ഡിസ്കസ് ചെയ്തു, പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ ആക്സസ് സ്പെസിഫയർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയറും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ, എന്താണ് അതിൻ്റെ പ്രത്യേകത, എക്സാമ്പിൾസൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മളുടെ വേരിയബിൾസ്, ഫങ്ഷൻസ്, അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ കോഡിൻ്റെ ആക്സസിബിലിറ്റി പ്രൈവറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൈവറ്റ് ആകുമ്പോൾ തന്നെ അത് മോസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആയിരിക്കും. നമ്മൾ പബ്ലിക്കിൻ്റെ കേസിലൊക്കെ പറഞ്ഞതിനകത്ത് കാര്യമായിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല. എന്നാൽ ഈ പ്രൈവറ്റിൻ്റെ കേസ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു കേസാണ്. ആക്സസിബിലിറ്റി ആ ഒരു ക്ലാസ്സിനകത്തുള്ള ബോഡിക്ക് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അത് ഡിക്ലെയർ ചെയ്ത ക്ലാസ് ഏതാണോ അതിനകത്തുള്ള ബോഡിക്ക് മാത്രമേ ആക്സസിബിലിറ്റി പോസിബിൾ ആവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് രണ്ട് രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് തന്നെ കോഡ് ചെയ്യാവുന്നതാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് കീവേഡ് യൂസ് ചെയ്ത് കണ്ടൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് എക്സിക്യൂഷൻ വരുന്നത്, റൺ ആവുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. യൂസിങ് സിസ്റ്റം നെയിം സ്പേസ് ആക്സസ് സ്പെസിഫയർ ക്ലാസ് പ്രൈവറ്റ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലാസ് ഉണ്ടാക്കി പ്രൈവറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. പ്രൈവറ്റ് സ്ട്രിങ് നെയിം സന്തോഷ് കുമാർ ഒരു പേരെടുത്തു. പിന്നെ പ്രൈവറ്റ് വോയിഡ് MSG സ്ട്രിങ് MSG കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് MSG. അപ്പോൾ നമ്മളൊരു വേരിയബിളും ഒരു മെത്തേഡും ഇവിടെ പ്രൈവറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ആണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് എങ്കിൽ എക്സിക്യൂഷൻ നടക്കുന്നുണ്ടോ, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, എന്തോ എന്തെങ്കിലും എറർ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ് പ്രോഗ്രാം സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് മെയിൻ മെത്തേഡ് കൊടുത്തു. പ്രൈവറ്റ് ടെസ്റ്റ് ന്യൂ പ്രൈവറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. പിന്നെ ആക്സസിങ് പ്രൈവറ്റ് വേരിയബിളാണ് കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് പ്രൈവറ്റ് ടെസ്റ്റ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണ് നമ്മളുടെ ആ വേരിയബിൾ ആക്സസിബിൾ ആണോ എന്നാണ് നോക്കുന്നത്. പിന്നെ ആക്സസിങ് പ്രൈവറ്റ് ഫംഗ്ഷൻ ആ മെത്തേഡ് പ്രൈവറ്റ് ആണ്, അത് ആക്സസിബിൾ ആണോ എന്നാണ് അടുത്തത് നോക്കുന്നത്. പ്രൈവറ്റ് ടെസ്റ്റ് ഡോട്ട് MSG പീറ്റർ ഡിക്കോസ്ത. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? കമ്പൈൽ ടൈം എറർ പ്രൈവറ്റ് ടെസ്റ്റ് ഡോട്ട് നെയിം ഈസ് ഇനാക്സസിബിൾ ഡ്യൂ ടു ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ലെവൽ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് വന്നു? കമ്പൈൽ ടൈം എറർ വന്നു. അതായത് രണ്ട് ക്ലാസ് ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ. ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിക്ലറേഷൻസ് കഴിച്ചു, മറ്റേ ക്ലാസ്സിൽ നമ്മൾ ഇൻവൊക്കേഷൻ കഴിച്ചു. പക്ഷേ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എറർ വന്നു. ഇനി നമുക്കിതൊന്ന് മാറ്റി പിടിച്ചു നോക്കാം. അതായത് സെയിം ക്ലാസ്സിനകത്ത് തന്നെ ഡിക്ലെയർ ചെയ്ത് ആ ക്ലാസ്സിനകത്ത് ആ ബോഡിക്കകത്ത് തന്നെ നമുക്കൊന്ന് ഇൻവോക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രൈവറ്റ് എക്സിക്യൂട്ട് ആവുമെന്നാണ് തിയറി പ്രകാരം പറയുന്നത്. എക്സിക്യൂഷൻ നടക്കുമെന്നൊന്ന് നോക്കാം. യൂസിങ് സിസ്റ്റം നെയിം സ്പേസ് ആക്സസ് സ്പെസിഫയർ ക്ലാസ് പ്രോഗ്രാം. ഇവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. അതിനകത്ത് നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വേരിയബിൾ നെയിം കൊടുത്തു, ഡിഫൈൻ ചെയ്തു. പ്രൈവറ്റ് സ്ട്രിങ് നെയിം സന്തോഷ് കുമാർ. പിന്നെ അടുത്തത് MSG എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുത്തു. പ്രൈവറ്റ് വോയിഡ് MSG സ്ട്രിങ് MSG കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് MSG എന്നൊക്കെ പറഞ്ഞ് മെത്തേഡും കൊടുത്തു. സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ മെയിൻ മെത്തേഡിനകത്ത് എന്താണ്? പ്രോഗ്രാം ന്യൂ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മളുടെ പ്രൈവറ്റ് വേരിയബിൾ ആക്സസ് ചെയ്ത് നോക്കുകയാണ്. കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് പ്രോഗ്രാം ഡോട്ട് നെയിം. പിന്നെ നമ്മൾ പ്രൈവറ്റ് ഫംഗ്ഷൻ ആക്സസ് ചെയ്ത് നോക്കുകയാണ്. പ്രോഗ്രാം ഡോട്ട് MSG പീറ്റർ ഡിക്കോസ്ത. അപ്പോൾ ഇനി ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ഹലോ സന്തോഷ് കുമാർ, ഹലോ പീറ്റർ ഡിക്കോസ്ത. അപ്പോൾ കറക്റ്റായിട്ട് വന്നു. കാരണം എന്താണ്? നമ്മൾ ഈ ക്ലാസ്സിനകത്ത് തന്നെയാണ് ഡിക്ലറേഷനും നടത്തി, അതുപോലെ തന്നെ മെയിൻ മെത്തേഡും
ഇതിനകത്താണ് കൊടുത്തത്. മെത്തേഡ് ഇൻവോക്ക് ചെയ്തതും പിന്നെ നമ്മളുടെ വേരിയബിൾ ആക്സസ് ചെയ്തതൊക്കെ ഇത് ഈ ഒരു ക്ലാസ് ബോഡിക്കകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് എക്സിക്യൂഷൻ കറക്റ്റായിട്ട് നടന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ ആണ്. എന്തായിരുന്നു പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ? വേരിയബിളിൻ്റെയും ഫംഗ്ഷൻ്റെയും, അതായത് കോഡിൻ്റെ തന്നെ ആക്സസിബിലിറ്റി പ്രൈവറ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു കീവേഡാണ്. മോസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആണ്. നമുക്ക് റെസ്ട്രിക്ഷൻ അങ്ങേയറ്റമാണ്. വേറൊരു ക്ലാസ്സിനൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സെയിം ക്ലാസ്സിൻ്റെ ബോഡി ഏതാണോ അതിനകത്ത് മാത്രമേ ആക്സസിബിലിറ്റി പോസിബിൾ ഉള്ളൂ. പിന്നെ നമ്മൾ 2 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. അതിനകത്തുള്ള ഒരു എക്സാമ്പിളിൽ നമ്മൾ ഒരു ക്ലാസ്സിനകത്ത് ഡിക്ലറേഷൻ കഴിച്ചു, മറ്റേ ക്ലാസ്സിൽ പോയിട്ടാണ് നമ്മൾ ഇൻവോക്ക് ചെയ്തത്, കോൾ ചെയ്തത്. അപ്പോൾ എന്തായി? കമ്പൈൽ ടൈം എറർ വന്നു. പിന്നെ വേറെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ആ എക്സാമ്പിൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വേരിയബിളും പ്രൈവറ്റ് മെത്തേഡൊക്കെ ഡിക്ലെയർ ചെയ്ത് ആ ക്ലാസ്സിനകത്ത് തന്നെ മെയിൻ മെത്തേഡ് കൊടുത്ത് ഈ പറയപ്പെട്ട പ്രൈവറ്റ് വേരിയബിൾ ആക്സസ് ചെയ്ത് നോക്കി, പ്രൈവറ്റ് മെത്തേഡ് ഓർ ഫംഗ്ഷൻ ആക്സസ് ചെയ്ത് നോക്കി. അപ്പോൾ കറക്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഹലോ സന്തോഷ് കുമാർ, ഹലോ പീറ്റർ ഡിക്കോസ്ത. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ഇതുവരെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ആക്സസ് സ്പെസിഫയർ എന്നായിരുന്നു, അല്ലെങ്കിൽ ആക്സസ് മോഡിഫയർ എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതെന്താണെന്ന് പറഞ്ഞൊരു കീവേഡാണ്. നമ്മളുടെ ഫംഗ്ഷൻ്റെയും വേരിയബിൾസിൻ്റെയൊക്കെ സ്കോപ്പ്, ആക്സസിബിലിറ്റി ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു കീവേഡ്. അതാണ് ആക്സസ് മോഡിഫയർ അല്ലെങ്കിൽ സ്പെസിഫയർ എന്ന് പറയുന്നത്. 5 ടൈപ്പ് ഉണ്ട്. പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ, പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞ് 5 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പബ്ലിക് ആകുമ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ല, പ്രൈവറ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. കോഡ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, റീഡബിലിറ്റി മാക്സിമം ഇമ്പ്രൂവ് ആവും, പിന്നെ ഡിപ്പെൻഡൻസീസ് ഒക്കെ റെഡ്യൂസ് ആവും, പിന്നെ കോഡൊക്കെ റീയൂസബിൾ ആവും, വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയും, പിന്നെ അബ്സ്ട്രാക്ഷനും ഇൻഫർമേഷൻ ഹൈഡിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് മെയിനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ പബ്ലിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ആക്സസിബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. പ്രൊട്ടക്റ്റഡിൻ്റെ കേസാകുമ്പോൾ ആ ഒരു ലിമിറ്റഡ് ആക്സസ് ആണ്. അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കൊക്കെ മാത്രമേ ആക്സസിബിലിറ്റി കിട്ടുള്ളൂ. പിന്നെ ഇൻറ്റേർണൽ ആകുമ്പോൾ കറൻറ്റ് അസംബ്ലി, അതായത് സം ലോജിക്കൽ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം, അവിടെ മാത്രമേ ആക്സസിബിലിറ്റി പോസിബിൾ ആവുള്ളൂ. പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ ആകുമ്പോൾ കറൻറ്റ് അസംബ്ലിക്കകത്തും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും മാത്രമേ ആക്സസിബിലിറ്റി പോസിബിൾ ആവുള്ളൂ. പ്രൈവറ്റ് ആകുമ്പോൾ സെയിം ക്ലാസ്സിനകത്ത് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അത്രയും പ്രൈവറ്റ് ആക്സസ്, അത് പ്രൈവറ്റ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ പബ്ലിക് ആക്സസ് സ്പെസിഫയർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രത്യേകത പറഞ്ഞു, എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രത്യേകത പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അടുത്തേതാണ് നമ്മൾ ഇൻറ്റേർണൽ പറഞ്ഞു. ഇൻറ്റേർണലും പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ ഒരുമിച്ചാണ് പറഞ്ഞത്. ഇൻറ്റേർണലും പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ ആക്സസ് സ്പെസിഫയറും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെന്താണെന്നൊക്കെ പറഞ്ഞു, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.